Yes, yes. Hello, बच्चों. Hi, नमस्ते. पर्वत प्रदेश में जो flowers, okay, എന്താണ് ഈ ഒരു കവിതയുടെ आशय എന്ന് വളരെ क्विक ആയിട്ട് മനസ്സിലാക്കിയാലോ हमने जो बहुत आसानी से पढ़ लिया समझ लिया है. सो क्या है इस कविता के अंदर, क्या है इस कविता के अंदर? इस कविता के अंदर हम जो देख लिया तो पहले आपको समझना है कि कौन किसने लिखा है ये സുമിത്രാനന്ദ പന്ത്. ഓക്കെ, ഛായാവാദ്, ഹിന്ദിയിലെ റൊമാൻറ്റിസം എന്ന് പറഞ്ഞൊരു ഛായാവാദ് ഏകദേശം 1970 to 1935 ആയിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ ഇതിനിടയിൽ വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്തംഭാണ് ആര്, സുമിത്രാനന്ദ പന്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുമിത്രാനന്ദ പന്ത്. रेडी? तो ठीक है बच्चों. सो किसने लिखा है इस कविता में? कवि ने पर्वतीय प्रदेश में वर्ष ऋतु का सजीव चित्रण किया है. पर्वत പ്രദേശങ്ങളിലെ മൗണ്ടൻ ഏരിയാസിലെ ആ ഒരു വർഷകാല ഋതുവിലെ ആ ഒരു മഹത്തരമായിട്ടുള്ള ചിത്രീകരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നത്? पर्वत और ദർപ്പണാണ്. കവി पहाड़ को एक विशालाकाय आकार, ഒരു മേഖലാക്കറാണ്. മേഖലാക്കർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. एक करगनी में देखते हैं पहाड़ पर खिले हजारों फूल उसकी आंखें है. പർവ്വതത്തിൽ വിരിഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് പൂക്കൾ. ഓക്കെ, അതിന്റെ ആകൃതി എന്തായിട്ടാണ് പറഞ്ഞത്? പർവ്വതത്തിന്റെ ആകൃതിയെ ഖർഗനി, ജോ ഖർഗനിയാണ് ആ ഒരു കമർബന്ദ് പോലെയാണ് അതിന്റെ ആകൃതി, ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതും. അതുപോലെ തന്നെ പർവ്വതത്തിന്റെ മുകളിൽ വീരുന്ന ആയിരക്കണക്കിന് പൂക്കളെ അതിന്റെ കണ്ണായിട്ടാണ് പറയുന്നത്. ആ കണ്ണുകൾ എങ്ങോട്ടേക്കാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസ്നെ वो अपने चरणों में स्थित तालाब रूपी आईने में अपना विशाल रूप देख रहा है. തന്റെ പാദങ്ങളായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന താലാബില് നോക്കുവാണ്. അവിടെ നിന്നാണ് തന്റെ പ്രതിബിംബം, ആ റിഫ്ലക്ഷൻ കാണുന്നതിലേക്ക് ഈ ആയിരക്കണക്കിനുള്ള പൂക്കൾ നോക്കുവാണ്. അവിടെ ഏതാണ്? മെറ്റഫേഴ്സ് ആണ്. മെറ്റഫേഴ്സ് ആണ്, നമുക്ക് അല്ല, പേഴ്സോണിഫിക്കേഷൻ, മാനവീകരണമാണ്. ഓക്കെ, ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. റെഡി അല്ലേ? സോ ഛായാവാദ് കവിതയുടെ ഒരു പ്രത്യേകത നിങ്ങൾ എഴുതുവാണെങ്കിൽ എഴുതിക്കോളൂ. ഛായാവാദ് കെ एक मुख्य रचना है എന്ന് കൂടി എഴുതണം. ഇത് നമ്മുടെ ഈ ഒരു കവിത, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതാം പ്രകൃതി में മാനവീകരൺ एक मुख्य विशेषता है इस कविता की എന്നും കൂടെ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ സൈഡ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത കാര്യമാണ് ജർനെ ഓർ പേടിനാണ്. ജർനെ, വെള്ളച്ചാട്ടത്തിന്റെയും മരത്തിന്റെയും എക്സാമ്പിൾ കൂടെ ഇവിടെ കവി പറയുന്നുണ്ട്. എന്തൊക്കെയാണത് നമുക്ക് നോക്കിയാലോ. എങ്ങനെയാണ്? പഹാഡോं से गिरते हुए सफेद जागदार झरने मोतियों की लाठियों. എന്താണ് ഈ ഒരു പർവ്വത പ്രദേശത്തിന് മുകളിൽ നിന്ന് വീഴുന്ന ആ വെള്ളച്ചാട്ടത്തിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? മോത്തിയോं की ലഠിയോं जैसे सुंदर लगता है. മോത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മാല പോലെയാണ്, വളരെ സൗന്ദര്യമായിട്ടാണ്, ഒരു മാല പോലെ ഒരു രൂപകമായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു രൂപകമാണ്, മെറ്റഫറാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനോട് എന്താണ്? ഉൻകി കൽ കൽ ആവാസ് സുൻകർ ऐसा लगता है कि वे पहाड़ का गुणगान कर रहे हो. സോ ആ ഒരു ഗുണഗാൻ അവിടെ എന്താണ്? ഒരു ഗ്ലോറിഫൈ ചെയ്യാണ്. ആര്? ഈ ഒരു വെള്ളച്ചാട്ടം എന്താണ്? പർവ്വതത്തിന്റെ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയാണ് ആർക്ക് തോന്നുന്നത്? കവി പറയുന്നത്. ഓക്കെ, ആ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടിനെ ഒരു ഗ്ലോറിഫൈ ആണ്. അവിടെ ഒരു പേഴ്സോണിഫിക്കേഷനും കവി ആഡ് ചെയ്തിട്ടുണ്ട്. ऐसे ही वे पहाड़ का गुणगान कर रहे हो और नस नस में उत्तेजन भर रहे हो. पहाड़ के हृदय से उड़े हुए पेड़ शांत आकाश की ओर एकटक देख रहा है, जो मनुष्य की ऊंचाकांक्षों और चिंता को दर्शाती है. മനുഷ്യന്റെ ഊഞ്ചാകാംക്ഷയും അതുപോലെ തന്നെ അതിലെന്താണ്, അതിന്റെ കൂടെ തന്നെ അതുപോലെ തന്നെ കാമനയും ഒക്കെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ബാദലോं का जादू, ബാദലിന്റെ കാർമേഘങ്ങളുടെ മാജിക് ആണ് ഇവിടെ പറയുന്നത്. अचानक मौसम बदलता है और घना कोहरा छा जाता है. ऐसा लगता है कि मानो पूरा पहाड़ पारे के समान चमकीले पंख जो फड़फड़ाकर उड़ गया हो. अब केवल झरनों की आवाज सुनाई देती है. റെഡി അല്ലേ? റെഡി. സോ ബാദലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? വേറെ എല്ലാ ബാദലും നിറഞ്ഞ സമയത്ത് കോഹറ എന്ന് വെച്ചാൽ ഫോഗാണ്. ഈ ഫോഗ് നിറഞ്ഞിട്ട് എന്താണ്? ഈ പർവ്വതങ്ങളൊക്കെ മൂടിപ്പോയ ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആകാശം തന്നെ ഭൂമിയിൽ വന്ന് പതിച്ച പോലെയാണ് അത് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ദ്ര കാ ഖേലാണ്. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. जो താലാബ് ആണ്, താലാബിൽ വെള്ളത്തിൽ എന്താണ്? ആഗ് ലഗ്ഗ ജേസയാണ് ആ കൊഹര ഇങ്ങനെ പൊട്ടം പടർന്ന് നിൽക്കുന്നത് എന്നൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്ര കാ ഖേലാണ്. ഇന്ദ്രന്റെ ഒരു ഖേലുണ്ട്. ജോ ദേവത, ഇന്ദ്രദേവത ആണ് ഡയറ്റി ആയിട്ട് പറയുന്ന ഇന്ദ്രദേവതനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? യെസ്, अंत में അവസാന कोहरे के कारण शाल का पेड़ ढरकर धरती में घास जो धासे हुए लगते हैं. എന്താണ്? ഈ കൊഹരയുടെ ഈ ഒരു കൊഹര ഫോഗ് നിറഞ്ഞുകൊണ്ട് എന്താണ്? ഹമാരെ ജോ ഷാൽ പേട്, ഷാൽ മരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നേരെ പോയിട്ട് ഒളിച്ച പോലെ, ധർത്തിയിൽ ഭൂമിയിൽ ഒളിച്ച പോലെയാണ് ഇവിടെ പറയുന്നത്. തലാബ് ധുവ ഉടുത്ത, തലാബിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പുക ഉയരുന്നുണ്ട്. സോ ആഗ് ലഗേ ഹോ, ഞാനിപ്പോ പറഞ്ഞ പോലെ ആഗ്, വെള്ളത്തിൽ തീ പിടിച്ച പോലെയാണ് ആ പുക വരുന്നത്. കവി കൽപ്പന करते हैं कि ये सब वर्ष के देवता इंद्र का जादू हो जा अपना बादल रूबी विमान में ധം ധം കർ ഖേൽ ദിഖാ രഹാ ഹൈ. സോ ഇന്ദ്രധനുഷ്, ഇതിലൊക്കെ റീസൺ എന്ന് പറഞ്ഞത് ലോഡായിട്ടുള്ള ആ വർഷത്തിന് മേഘം, ആ ഒരു വർഷരൂപ് വരാൻ കാരണമുള്ള ലോഡ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കളിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബാദലായിട്ടുള്ള ഈ വാഹനത്തിൽ, ഈ കാർമേഘമാവുന്ന ഈ വാഹനത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് റെഡി അല്ലേ? നിങ്ങൾക്ക് സൂപ്പറായിട്ട് റെഫർ ചെയ്തിട്ട് നല്ലൊരു നോട്ട് നിങ്ങൾക്ക് തയ്യാറാക്കുന്നതാണ്. ഇതിന്റെ മലയാളം വേർഷൻ മേരെ സാത്ത് അബ്ജുമൻ സാറ് ജൂ പോട്ടുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ
ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എജുപോഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര് അതുപോലെ എന്താണ് ഫോൺ നമ്പർ എനിക്ക് അയച്ചു തന്നാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ആപ്പിൽ ആക്സസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സും കൂടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, റെഡി. സോ CBSE 10th ഇട്ടാൽ മതി, CBSE 10. ഓക്കെ, റെഡി. സോ നിങ്ങളുടെ ഫോൺ നമ്പറും പേരും അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ബാച്ചിനെ കുറിച്ച് അറിയാം. ഓക്കെ, ബാച്ചിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് മുന്നോട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. ठीक है बच्चों, നല്ല രീതിയിൽ കൺസെപ്റ്റ് റെഡി ആയിക്കോളൂ, കൺസെപ്റ്റ് മനസ്സിലായിക്കോളൂ. ठीक है, താങ്ക് യു, ജയ് ഹിന്ദ് ആൻഡ് ധന്യവാദ്. മിൽത്തെ ഹൈ അഗ്ലി വീഡിയോ में. സോ ഇതിന്റെ മലയാളം വേർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. पर्वत प्रदेश में जो पावर्स എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മലയാളം വേർഷനും അയച്ചു തരുന്നതാണ്. ठीक है बच्चों, मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद, जय हिंद एंड थैंक यू.